വാമിക അതാണ് ഇപ്പോൾ റീല് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്, സഹകരിക്കണം കേട്ടോ, പറയണ പോലെ ചെയ്യണം. ഓക്കെ കേട്ടോ, ഇവിടെ നോക്ക് പറയണത് പോലെ ചെയ്യണം. കുറച്ച് ഉത്തരവാദിത്തം. നോ തൊട്ടു പോവില്ല അത്, കേട്ടല്ലേ? വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തുറപ്പെടുത്തോട് തൂത്ത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കണം. വേണ്ട, ഒരു പൊടി പോലും കാണാൻ പാടില്ല. അവിടെ അങ്ങോട്ടല്ല, തൂക്ക്. ആ തൂര്. ചിരിക്കരുത്. ഒരു സീരിയസ് ആയിട്ടുള്ള മുഖമായിരിക്കണം. അതുകൊണ്ട് വീട്ടിൽ തൂക്കം ആരുമില്ല. ഇനി കുറച്ച് ചവറ് വാരി ഇട്, ഒരു പേപ്പർ ഇട്. അല്ല നിന്റെ അട്ട താണ്ട് കണ്ട പേപ്പർ താണ്ട ചവറ് കൊണ്ടുവരണം. ആ അമ്മയല്ലേ അമ്മ. ഡി തൂര് മര്യാദക്ക് തൂര്. വേണ്ട, ഈ ഇവിടെ ഒരു ചവറ് പോലും കാണാൻ പാടില്ല. ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നും അല്ലടാ. നേരെ തൂര്. ആ ഇത് പഠിച്ചോ? കെട്ടിച്ച് വീട്ടിൽ പോകുമ്പോ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടതാണ്. ഓ പിന്നെ കൊച്ചല്ലേന്ന് പറഞ്ഞാ ഇത്രയും വളർന്നല്ലോ, ഒരു വയസ്സ് കഴിഞ്ഞു. ഒരു വയസ്സ് കഴിഞ്ഞു പോരെ, തൂക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാ. ഒരു വയസ്സ് കഴിഞ്ഞ കൊച്ചിന് തൂക്കം അറിഞ്ഞൂടാ. ഇങ്ങനെയാണ് തുറവ പിടിക്കേണ്ടേ? പറക്കിയെടുക്കണ്ട, തൂത്താ മതി. ഇനി കൈ വെച്ചെടുക്കണ്ട, തുറപ്പ് വെച്ച് തൂത്താ മതി. എടി എനിക്ക് ഒരു 2-3 സെക്കൻഡ് മതി, ബാക്കി എഡിറ്റിംഗിൽ ശരിയായിക്കോളാം. ദമു എന്ത് പറ്റിയടാ? യുവറാണി നാവിരൽ പിടിത്തതും മറുമുഖം. ഓക്കെ അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ പാത്രം കഴുവോ? ഇത് കഴിവ്. വാമിക കരുവോ? அப்படியல்ல இங்க பாரு, அப்பா காணிச்சாரு. இங்க இரு, அப்படி ദമു എന്ത് പറ്റിയടാ? ചെയ്യണം. നിന്റെ അമ്മ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ എങ്ങനെ പാത്രം കഴുകണമെന്ന്? പറഞ്ഞു തന്നിട്ടില്ലേന്ന്? എന്റെ കൊച്ചു ഈ വയസ്സിലൊക്കെ നല്ല പാത്രം കഴുകുന്നു കേട്ടാ. ഇതൊന്നും അറിഞ്ഞുകൂടാ. ഒരു പെൺകുട്ടിയാണ്, അവ ഒരു ആൺകുട്ടിയാണ്, അവ എല്ലാം പഠിച്ച ആ സമയത്ത് കേട്ടാ. ഇത് ഒരു വക. ഞാൻ പറയണ എന്തെങ്കിലും ശ്രദ്ധിക്കണുണ്ടോ നീ? വാമിക എത്ര നേരമായി വാമിക? എനിക്ക് ഒരു 3 സെക്കൻഡ്, ഒരു 3 സെക്കൻഡ്, ഒരു 4 സെക്കൻഡ് മതി, ബാക്കി എഡിറ്റ് ചെയ്തോളാം.
അത് പാത്രത്തിൽ തൊടണം. ആ മതിയായ മാമൻ നീ എന്ത് വിചാരിക്കും? അവിടെ നോക്കി തൊടാ. തുടയ്ക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ അമ്മ? അത് മാത്രം കറക്റ്റായി ചെയ്യണം. താങ്ക്സ്. നീ ഇങ്ങോട്ട് പോ. നീ ഇങ്ങോട്ട് തൊടാ. എവിടെ? അവിടെ പോയി തൊടാ. എക്സ്പ്രഷൻ തിരിച്ചോണ്ടല്ലേ, ഇവിടെ വേറെ ആരും തുടയ്ക്കാനില്ല. നീ വേണം തുടയ്ക്കാൻ. ആ ഒരു വിഷമത്തിന് തുടയ്ക്കണം. മാമിക മാമിക എടി മാമിക അരി 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 മലക്കറി കഴിക്കാൻ പഠിപ്പിച്ചു തന്നില്ലേ അമ്മ? ഓ എടി അരി ഇതെന്തോന്ന് മാമിക? എത്ര നേരം കൊണ്ട് ഞാൻ പിടിച്ചോണ്ടിരിക്കണമെന്ന് അറിയോ? കറക്റ്റ് ആയിട്ടാണ് അരി, നല്ല അരി. ആ ഇതൊക്കെ ഇപ്പം പഠിക്കും. നീ ഒരു വയസ്സ് കഴിഞ്ഞു, 10-23 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കെട്ടിച്ചു വിടാനുള്ളതാണ്. ഇതൊക്കെ ഇനി എന്ന് പഠിക്കും? ഇവിടെ ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇരിക്കണം. ഇവിടെ നോക്ക് എന്നെ. മാമിക കറി വൈ കറി വൈ. അയ്യേ കറി കറി കറി. സ്പൂൺ 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 മക്കളെ സ്പൂൺ. കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വയ്ക്കുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും താഴ്മയുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. പെട്ടെന്ന് പെട്ടെന്ന്. നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്. എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം, ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. മാമിക നോക്ക്. അപ്പൊ ഇത് വാഷിംഗ് മെഷീൻ തന്നെ കേട്ടാ. ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും. എടി ഇങ്ങനെ ആയാ എങ്ങനെയാണ് മാമിക? എടി നനയ്ക്ക്. ആദ്യം അവള് പറയും അപ്പം പോയി നനച്ചിട്ട് പഠിച്ചിട്ട് മാമിക നനയ്ക്ക്. മാമിക ആ ബ്രഷ് വെച്ച് എന്തെങ്കിലും കൈ വെച്ച് ആ തുണിയെങ്കിലും പിടി. അതുപോലും ചെയ്യൂലേ? അതൊന്നും നിന്നെ കിട്ടൂല. ഹായ് ദമു എന്ത് പറ്റിയടാ? ഒന്ന് ചുമ്മാ ഒന്ന് തുണി പിടിച്ചാ മതി. ജസ്റ്റ് തുണി ഒന്ന് പിടിക്ക് മാമിക.
വേറെ ഒന്നും വേണ്ട, നീ നനയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് തുണി പിടിച്ചോണ്ടിരി. ഇത് പിടി. അതുപോലെ ഒന്നും കൂടെ ചെയ്യും. ഇപ്പടി ഇത്. ഞങ്ങൾ കുടുംബപരമായിട്ട് തുണി നനയ്ക്കാറില്ല, വാഷിംഗ് മെഷീൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഒരു ചെയ്യണം നോക്കത്, ബാക്കിയൊക്കെ ചെയ്ത് എങ്ങനെയോ. കൈയൊന്ന് മാറി. അയ്യോ കഴിഞ്ഞു. താങ്ക്സ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളമില്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട്